നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഇന്ത്യയിലേക്ക് ലഹരിയൊഴുക്ക് തടയാൻ കർശന നടപടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് രാജ്യത്ത് നിന്ന് പിടികൂടിയത് 163 കോടിയുടെ ലഹരി വസ്തുക്കൾ. കർണാടകയിൽ 75 കോടിയുടെ MDMAയുമായി 2 ദക്ഷിണാഫ്രിക്കൻ വനിതകൾ പിടിയിൽ. സംസ്ഥാനത്തും ലഹരി തടയാൻ നടപടി. ഈ മാസം 24-ന് ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ടയിൽ മുഖ്യപ്രതി അനുരാജ് പിടിയിൽ. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. ആധാറും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കും. തീരുമാനം മറ്റന്നാളത്തെ കേന്ദ്ര ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങളുടെ യോഗത്തിൽ. ഇരട്ട വോട്ടുകൾ ഇല്ലാതാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. Not in my name, but in the backing of 1.4 billion Indians and thousands of years of timeless culture and heritage. So wherever I go, I carry with me the essence of thousands of years. ഇന്ത്യയിലെ ജനങ്ങളാണ് തന്റെ കരുത്തെന്നും സമാധാന ശ്രമങ്ങൾ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോഡ്കാസ്റ്റിൽ. ട്രംപുമായുള്ളത് പരസ്പര വിശ്വാസവും ശക്തമായ ബന്ധവും. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുമെന്നും അതിർത്തി രാജ്യങ്ങളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമെന്നും പ്രധാനമന്ത്രി. ഒടുവിൽ ആശ്വാസ വാർത്ത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബുധനാഴ്ച ഭൂമിയിലേക്ക് മടങ്ങും. മടക്കം 9 മാസങ്ങൾക്ക് ശേഷം. സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെത്തി. സംഘത്തെ സ്വീകരിച്ച് സുനിത വില്യംസും സംഘവും. ബംഗ്ലാദേശികളുടെ അനധികൃത കുടിയേറ്റത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കുടിയേറ്റക്കാരുടെ കേസുകൾ ഒരു കുടക്കീഴിൽ അന്വേഷിക്കും. ഇന്ത്യൻ പൗരത്വത്തിനായി രേഖകൾ സംഘടിപ്പിക്കാൻ സഹായിച്ചവർക്കെതിരെയും നടപടി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യയിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ കർശന നടപടികളുമായി കേന്ദ്രം. രാജ്യവ്യാപകമായി സുരക്ഷാ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ 168 കോടിയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. ലഹരിക്കടത്തുകാരോട് സർക്കാർ ഒരു ദയയും കാണിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. രാജ്യാന്തര ലഹരിക്കടത്ത് സംഘങ്ങളെ ലക്ഷ്യമിട്ടാണ് സുരക്ഷാ ഏജൻസികളുടെ വലിയ ഓപ്പറേഷൻ. കർണാടകയിൽ 75 കോടിയുടെ MDMAയുമായി ദക്ഷിണാഫ്രിക്കൻ വനിതകൾ പിടിയിലായി. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ വന്നിറങ്ങവെയാണ് ഇവർ പിടിയിലാകുന്നത്. ഫണ്ട്ര, അബിഗേൽ, അഡോണിസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്നും 37.87 കിലോ MDMA പിടികൂടിയത്. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. ബംഗളൂരുവിൽ നിന്നും അറസ്റ്റിലായ നൈജീരിയൻ സ്വദേശി പീറ്റർ എക്കഡി ബെല്ലോവു എന്നയാളിൽ നിന്നുമാണ് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. വലിയ ലഹരിക്കടത്ത് നെറ്റ്വർക്കിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്ന് മംഗളൂരു കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. From Bangalore we have arrested 2 West African and Nigerian women who were carrying 38 kg MDMA worth 75 crore and we have taken up the case in this regard. This story started 6 months back when we arrested one local drug peddler Hyder Ali for carrying 15 gram MDMA. ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്നും 88 കോടിയുടെ ലഹരിമരുന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടി. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ പോലീസ് അടക്കം ഏജൻസികൾ ലഹരിവേട്ട സജീവമാക്കിയിരിക്കുന്നത്. എന്നാൽ ലഹരിക്കടത്തുകാരോട് ഒരു ദയയും കാണിക്കില്ലെന്നും ലഹരിമരുന്ന് രഹിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിന് ഊർജം പകരുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിനും ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. താഴെ നിന്നും മുകളിലേക്കും മുകളിൽ നിന്നും താഴേക്കും എന്ന രീതിയിലുള്ള അന്വേഷണമാണ് ലഹരിക്കടത്ത് തടയുന്നതിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലഹരിക്കെതിരെ ശക്തമായ നടപടിയുമായി സംസ്ഥാന സർക്കാർ. ലഹരിവിരുദ്ധ നടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചു മുഖ്യമന്ത്രി. ഈ മാസം 24-നാണ് യോഗം ചേരുക. വിവിധ വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. തുടർ നടപടികൾ യോഗത്തിൽ അവതരിപ്പിക്കും.
ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വിവിധ വകുപ്പുകളെ ഒന്നിച്ച് രംഗത്തിറക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് എക്സൈസ്, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ പദ്ധതി തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ വിലയിരുത്തലും സംയോജിത പദ്ധതിക്ക് രൂപം നൽകലുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി നിലവിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ADGP മനോജ് എബ്രഹാമും എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഇരു സേനകളുടെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ പരസ്പരം ഈ യോഗത്തിൽ പങ്കുവയ്ക്കും. എക്സൈസിന്റെ സ്ഥിരം പ്രതികളുടെ പട്ടിക പോലീസിന് കൈമാറാനുമാണ് നിലവിലെ ആലോചന. കർശന നിരീക്ഷണത്തിൽ വയ്ക്കാനുള്ളവരുടെ പട്ടികയിൽ 997 പേരാണുള്ളത്. കഴിഞ്ഞ 21 ദിവസത്തെ പരിശോധനയിൽ 5000-ലധികം കേസുകളുമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. DGPയും എക്സൈസ് കമ്മീഷണറും യോഗത്തിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കിയവരുണ്ടെന്നും അവരുമായി ചങ്ങാത്തം കൂടുന്നത് പോലീസ് സേനയ്ക്ക് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരത്തിലുള്ള ബന്ധം പോലീസിന്റെ സത്പേരിന് ദോഷമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ ഫലപ്രദമായ ഇടപെടലാണ് പോലീസും എക്സൈസും നടത്തുന്നതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. അടുത്ത കാലത്തുള്ള നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത കേവലം ക്രമസമാധാന ചുമതല മാത്രം വഹിക്കുന്നവരല്ല പോലീസ് സേന എന്നുള്ളതാണ്. നമ്മുടെ നാട് വിവിധ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഏറ്റവും മാതൃകാപരമായി നാടിനോടൊപ്പം ചേർന്ന് ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും സ്തുത്യർഹമായ സേവനമാണ് കേരള പോലീസ് നടത്തിയിട്ടുള്ളത്. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് കണ്ടെത്തിയതോടെ കൊച്ചിയിൽ പരിശോധന കർശനമാക്കി പോലീസ്. സ്വകാര്യ ഹോസ്റ്റലുകളും PGകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 12 ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. കളമശ്ശേരി, കുസാറ്റ് ഭാഗങ്ങളിലാണ് പരിശോധന വ്യാപിപ്പിച്ചത്. കളമശ്ശേരി കേസിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 3ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജ് 4 കിലോ കഞ്ചാവ് എത്തിച്ചെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ വിവിധ ഹോസ്റ്റലുകളിൽ നിന്നും PGകളിൽ നിന്നും മദ്യക്കുപ്പികളും കുറഞ്ഞ അളവിലുള്ള ലഹരി വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ഭാരത് മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് സെയ്ദ് അലിയുടെ കയ്യിൽ നിന്നും പോലീസ് 2 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 2 MDMA കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. തോപ്പുംപടിയിൽ നിന്ന് 10.45 ഗ്രാം MDMAയും എറണാകുളം SRM റോഡിൽ നിന്നും 13.23 ഗ്രാം MDMAയും പോലീസ് പിടിച്ചെടുത്തു. ഈ കേസിൽ അരുൺകുമാർ, മുഹമ്മദ് സനൂബ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡാൻസ് ഓഫ് സംഘത്തിന്റെ അടക്കം നേതൃത്വത്തിൽ രാത്രികാലങ്ങളിലാണ് പരിശോധന. അതേസമയം കളമശ്ശേരി കേസിൽ പിടിയിലായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കേസിൽ ലഹരി മാഫിയയുടെ ഇടപെടലടക്കം പോലീസ് പരിശോധിക്കും. അതോടൊപ്പം കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്നും പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിലായതിന് സമീപത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. പൂഞ്ഞാർ പനച്ചിക്കപ്പാറയിൽ കാവും കടവത്ത് പാലത്തിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയിൽ പനച്ചിക്കപ്പാറയിൽ നിന്നാണ് വിദ്യാർത്ഥി പിടിയിലായത്. ബൈക്കിൽ ഇരിക്കുകയായിരുന്ന വിദ്യാർത്ഥി എക്സൈസ് സംഘത്തെ കണ്ട് കയ്യിലിരുന്ന പൊതി വലിച്ചെറിഞ്ഞ് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ്സുകാരൻ പിടിയിലായതിന് പിന്നാലെയാണ് കഞ്ചാവ് ചെടിയും കണ്ടെത്തിയത്. മീനച്ചിലാറ്റിൽ പൂഞ്ഞാർ പനച്ചിക്കപ്പാറ കാവുംകടവ് പാലത്തിന് സമീപത്തു നിന്നാണ് ചെടി കണ്ടെത്തിയത്. കഞ്ചാവുമായി 10ാം ക്ലാസ്സുകാരൻ പിടിയിലായതിന് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ പാലം. പ്രദേശവാസിയായ അജയൻ എന്നയാളാണ് ആറ്റുതീരത്ത് കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് ഈരാറ്റുപേട്ട എക്സൈസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എക്സൈസ് സംഘം സ്ഥലത്തെത്തി ചെടി കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. കഞ്ചാവ് ഉപയോഗിച്ചവർ വലിച്ചെറിഞ്ഞ അവശിഷ്ടത്തിൽ നിന്നാകാം ചെടി വളർന്നതെന്നാണ് കരുതപ്പെടുന്നത്. ശനിയാഴ്ച രാത്രിയിൽ പനച്ചിക്കപ്പാറയിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിരുന്നു. വിദ്യാർത്ഥിയെ പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിടികൂടിയത് ചെറിയ അളവിലുള്ള കഞ്ചാവായതിനാൽ വിദ്യാർത്ഥിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അമൃത ന്യൂസ്, കോട്ടയം. ആധാറും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. വോട്ടർമാരുടെ എണ്ണത്തിലെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതോടെ പരിഹരിക്കാനാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. ചൊവ്വാഴ്ച നടക്കുന്ന ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം വന്നേക്കും. ആധാറും വോട്ടർ ID യും നിർബന്ധമായും ബന്ധിപ്പിക്കണമെന്ന നിലപാടിലേക്ക്
നീങ്ങാനൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വോട്ടർമാരുടെ എണ്ണത്തിൽ ക്രമക്കേടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പരാതികൾ ഉയർന്നു വരാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായാണ് തീരുമാനം. 66 കോടിയോളം പേരുടെ ആധാർ നമ്പർ ശേഖരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും പാർലമെന്റിൽ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വോട്ടർ ഐഡി നമ്പറിൽ പരാതി ഉയരുമ്പോൾ ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിച്ചാൽ പിന്നീട് ക്രമക്കേടിനുള്ള സാധ്യത കുറയുമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. 3 മാസത്തിനുള്ളിൽ പരാതി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കമ്മീഷന്റെ അവകാശം. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മുൻഗണന നൽകുമോ എന്ന് വ്യക്തമല്ല. 2015 മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയിരുന്നെങ്കിലും സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ 2021 ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിക്കാമെന്ന വ്യവസ്ഥ കേന്ദ്രം കൊണ്ടുവന്നു. ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി, ലെജിസ്ലേറ്റീവ് സെക്രട്ടറി, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി CEO തുടങ്ങിയവർ പങ്കെടുക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ബോധ്യപ്പെട്ടിട്ടും കമ്മീഷൻ BJPക്ക് അവസരമൊരുക്കുകയായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളാണ് തന്റെ കരുത്തെന്നും സമാധാന ശ്രമങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുമെന്നും അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാന്റെ പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപുമായുള്ളത് പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവുമാണെന്നും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുമെന്നും മോദി വ്യക്തമാക്കി. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാന് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് മോദിയുടെ പരാമർശം. മോദി എന്ന പേരല്ല, ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് മോദി പറഞ്ഞു. 3.25 മണിക്കൂറോളം നീണ്ട പോഡ്കാസ്റ്റിൽ പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവുമാണ് താനും ട്രംപും തമ്മിലുള്ളതെന്ന് മോദി വ്യക്തമാക്കി. അതേസമയം താനൊരു കർക്കശക്കാരനായ വിലപേശലുകാരനാണെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ലെന്നും രാജ്യത്തിന്റെ താൽപര്യമാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. The timeless teachings of Swami Vivekananda and the blessings, dreams and aspirations of 1.4 billion Indians. When I shake hands with a world leader, it's not Modi, but 1.4 billion Indians doing so. So this isn't my strength at all. It is rather the strength of India. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചതെന്നും മോദി കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളുടെ വിലയിരുത്തലുകളാണ് പലപ്പോഴും ജനം സ്വീകരിക്കുന്നതെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരും. അതിർത്തി രാജ്യങ്ങളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും മോദി പറഞ്ഞു. ഷീ ജിൻപിങ്ങുമായുള്ള തന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിർത്തി ശാന്തമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ബാധിച്ചിരുന്ന ദുഷ്പ്രവണതകളുടെ വേരറുക്കാൻ കഴിഞ്ഞുവെന്നും തെറ്റായ കീഴ്വഴക്കങ്ങളെല്ലാം ശുദ്ധികലശം നടത്തിയെന്നും മോദി കൂട്ടിച്ചേർത്തു. ഗുജറാത്ത് കലാപത്തിൽ തന്നെ കരുവാക്കാൻ രാഷ്ട്രീയ എതിരാളികൾ എല്ലാ ആയുധവും ഉപയോഗിച്ചു. എന്നാൽ അത്തരം നീച ശ്രമങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞതായും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ കേസുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാനങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും നിർദ്ദേശങ്ങൾ കൈമാറാനും ആവശ്യമുണ്ട്. സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി. സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘം ബുധനാഴ്ച ഭൂമിയിൽ തിരിച്ചെത്തും. വിജയകരമായാണ് സ്പേസ് എക്സ് ക്രൂ സംഘം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്. ക്രൂ 9 അംഗങ്ങൾ ആലിംഗനത്തോടെ പുതിയ സംഘത്തെ സ്വീകരിച്ചു. Nicole Ayers is the first of the Fly's newest class of astronauts to enter, and last commander of Crew 10, Anne McLean. 9 മാസത്തോളമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. പുതിയ ക്രൂ 10 ദൗത്യത്തിനായുള്ള 4 ഗവേഷക സഞ്ചാരികളാണ് നിലയത്തിൽ പ്രവേശിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തകുയ ഒനിഷി, റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത്. ഈ 4 സംഘത്തിന് ISSന്റെ നിയന്ത്രണം കൈമാറിയ ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങും. ഇരുവർക്കുമൊപ്പം ക്രൂ 9 ദൗത്യത്തിലെ മറ്റംഗങ്ങളായ നാസയുടെ നിക് ഹേഗും റോസ്കോസ്മോസിന്റെ അലക്സാണ്ടർ ഗോർബനോവും ഉണ്ട്.
സ്റ്റാർലൈൻ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം മുൻ നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നതോടെയാണ് തിരികെ യാത്ര നീണ്ടുപോയത്. ക്രൂ 9 സംഘം ഡ്രാഗൺ പേടകത്തിൽ മാർച്ച് 19 മടങ്ങുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വേർപെടുന്നതും ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ഇറക്കുന്ന സമയം സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ നാസ പുറത്തുവിടും. ന്യൂസ് ഡെസ്ക് അമൃത TV. മണ്ഡല പുനർനിർണയത്തിൽ MK സ്റ്റാലിനുമായി കൈകോർക്കാൻ പിണറായി വിജയൻ. ചെന്നൈയിലെ പ്രതിഷേധ സംഗമത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കും. തമിഴ്നാടുമായി കൈകോർത്ത് കേന്ദ്രത്തിനെതിരെ നീങ്ങാനാണ് കേരളത്തിന്റെ നിലപാട്. ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ CPM നേരത്തെ മുഖ്യമന്ത്രിക്ക് അനുമതി നൽകിയിരുന്നു. ഈ മാസം 22-നാണ് ചെന്നൈയിൽ യോഗം. ഗൾഫ് വാർത്തകൾ നോക്കാം. റമദാനിലെ ആദ്യ 10 ദിവസങ്ങളിൽ ദുബായ് പോലീസ് പിടികൂടിയത് 33 യാചകരെ. യാചകരില്ലാത്ത ബോധമുള്ള സമൂഹം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് അധികൃതർ പരിശോധന കർശനമാക്കിയത്. റമദാന്റെ ആദ്യ ദിനം തന്നെ 9 യാചകരെ പിടികൂടിയിരുന്നു. UAE-യിൽ ഭിക്ഷാടനം കനത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഭിക്ഷാടനത്തിനായി ആളുകളെ റിക്രൂട്ട് ചെയ്യുക, സംഘങ്ങൾ രൂപീകരിക്കുക എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ 6 മാസം വരെ തടവും 1 ലക്ഷം ദിർഹം പിഴയുമാണ് ശിക്ഷ. ഭിക്ഷാടനം നടത്തി പിടിക്കപ്പെട്ടാൽ 3 മാസം വരെ തടവും 5000 ദിർഹം പിഴയും ശിക്ഷ ലഭിക്കും. രോഗികളെയും കുട്ടികളെയും ഭിന്നശേഷിക്കാരെയും ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്നതാണ് ഇത്തരം സംഘങ്ങളുടെ രീതി. അനുമതിയില്ലാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതും UAE-യിൽ കുറ്റകൃത്യമാണ്. ഭിക്ഷാടനം തടയാൻ ദുബായ് പോലീസ് വിപുലമായ പരിശോധന നടത്തുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 901 എന്ന നമ്പറിലോ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പിലെ പോലീസ് ഐ സേവനം വഴിയോ പരാതിപ്പെടാം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജിംഗ് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഈ മാസം 31-നകം ലൈസൻസ് എടുക്കണമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സൗജന്യമായി വാഹന ചാർജിംഗ് സേവനങ്ങൾ നൽകുന്നവരും പണം ഈടാക്കി സേവനം നൽകുന്നവരും ലൈസൻസ് എടുക്കണം. നിലവിൽ സൗജന്യ സേവനങ്ങൾ നൽകുന്നവർക്ക് 31 വരെ പ്രവർത്തനം തുടരാമെങ്കിലും അനുവദിച്ച കാലപരിധിക്കുള്ളിൽ ലൈസൻസ് സ്വന്തമാക്കണം. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിപ്പിൽ പറയുന്നു. ദുബായ് നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി, ദുബായ് ഗ്രീൻ മൊബിലിറ്റി സ്ട്രാറ്റജി എന്നീ പദ്ധതികൾ പൂർത്തിയാക്കുന്നതായി സുസ്ഥിര മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുക, വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദുബായ് EV ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപിപ്പിക്കുന്നത്. UAE നിവാസികൾ സമൂഹ മാധ്യമ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണമെന്ന് നാഷണൽ മീഡിയ ഓഫീസിന്റെ നിർദ്ദേശം. ദേശീയ മൂല്യങ്ങളും ബഹുമാനം, സഹിഷ്ണുത, സഹവർത്തിത്വം എന്നിവയും ഉയർത്തിപ്പിടിക്കുന്നതാവണം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ. ദേശീയ ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതോ വ്യക്തികളെയും സൗഹൃദ രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും അവഹേളിക്കുന്നതോ ആയ ഉള്ളടക്കം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കാൻ പാടില്ല. ധാർമ്മികവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ പാടുകയുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ, വിദ്വേഷ പ്രസംഗം, നേരിട്ടോ അല്ലെങ്കിൽ സൂചനകളിലൂടെയോ അപകീർത്തിപ്പെടുത്തൽ എന്നിവ പങ്കിടുന്നത് നിയമലംഘനമാണെന്നും കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പ്രസ്താവനയിലൂടെ നാഷണൽ മീഡിയ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. കുവൈറ്റിൽ ഇഫ്താർ സംഗമങ്ങൾ തുടരുന്നു. രാജ്യത്തെ നിരവധി ചെറുതും വലുതുമായ സംഘടനകളാണ് നോമ്പുതുറ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നത്. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ജില്ലാ സംഘടനകളെല്ലാം ഇതിൽപ്പെടും. റമദാൻ 3 മുതലാണ് രാജ്യത്ത് ഇഫ്താർ സംഗമങ്ങൾ ആരംഭിച്ചത്. റമദാൻ മാസം അവസാനിക്കുന്നതുവരെ ഇത് തുടരും. കുവൈറ്റിലെ ഇന്ത്യൻ മുസ്ലിം സംഘടനകളുടെ ഐക്യവേദിയായ ഫിമ എന്നറിയപ്പെടുന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഭരണ കുടുംബാംഗവും അമീരി ദീവാൻ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് ഫൈസൽ അൽ അഹമ്മൂദ് മാലിക് അൽ സബ മുഖ്യാതിഥിയായിരുന്നു. രാജ്യത്തെ 10 ലക്ഷത്തിൽ അധികം വരുന്ന ഇന്ത്യൻ സമൂഹം വളരെ വിശ്വസ്തതയുള്ളവരാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് തന്റെ കൂടെ കഴിഞ്ഞ 35 വർഷമായി ഒരു ഇന്ത്യക്കാരൻ ജോലി ചെയ്യുന്നതെന്നും ഷെയ്ഖ് ഫൈസൽ പറഞ്ഞു. 1 million Indian Kuwait, we need him double, inshallah 2 million baht. Kuwaiti Indian. By stand by the food also. 3, 5, 4 years. Also Mr. Abdul Latif, mashallah, straight. This is 2 sample, clap hand to. Thank you very much. Shukran. വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ സംഗമത്തിൽ കാണാൻ കഴിയുന്നത് വൈവിധ്യമാർന്ന ഇന്ത്യയുടെ പരിച്ഛേദമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിമ സെക്രട്ടറി ജനറൽ സിദ്ദിഖ് വലിയകത്ത് സ്വാഗതം ആശംസിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദേശ സൗഖ്യ കൂടാതെ 17 രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ, നയതന്ത്ര പ്രതിനിധികൾ, സ്വദേശി പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. രാജ്യത്തെ പ്രധാന ജില്ലാ സംഘടനയിൽ ഒന്നായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വഫ്ര, മീനബ്ദുള്ള തുടങ്ങിയ വിദൂര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഇഫ്താർ കിറ്റ് വിതരണവും നടത്തി. ഇഫ്താർ സംഗമം
ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ശ്രീ മാനസ് രാജ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ റമദാൻ സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. കുവൈത്തിലെ മറ്റൊരു മുസ്ലിം സംഘടനയായ KMCC സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ ശ്രദ്ധേയമായി. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സോക്കിയ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് നൌഷാദ് ബഖാവി മുഖ്യാതിഥിയായിരുന്നു. ഷാഹിർ അബ്ദുറഹ്മാൻ അൽ അസൈരി പേരോട് റമദാൻ സന്ദേശം കൈമാറി. കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിലെ ഫൈലാക്ക ദ്വീപിൽ 1400 വർഷത്തിലേറെ പഴക്കമുള്ള കിണർ കണ്ടെത്തി. വലിയ വിസ്തൃതിയിലുള്ള കിണർ ഇപ്പോഴും നീരൊഴുക്കുള്ളതായി കുവൈറ്റ് പുരാവസ്തു വകുപ്പ് സഹമേധാവി മുഹമ്മദ് ബിൻ റിദ വ്യക്തമാക്കി. കിണറിനോട് ചേർന്ന് കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെയും മതിലിന്റെയും അവശിഷ്ടങ്ങളും ഇതോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസ്താബ്ദം 78-ാം നൂറ്റാണ്ടിലെ നിലനിന്നിരുന്ന ഒരു പാർപ്പിട മേഖലയുടെ ഭാഗമായിരുന്നു കിണറായിരിക്കാമെന്നാണ് നിഗമനം. 1300 മുതൽ 1400 വർഷം വരെ പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്ന കുഴൽപാത്രങ്ങളുടെ ഭാഗങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2019 ആരംഭിച്ച കുവൈറ്റ് സ്ലോവാക്യ സംയുക്ത പുരാവസ്തു ഗവേഷണ സംഘത്തിന്റെ പര്യവേക്ഷണത്തിനിടയിൽ ഫൈലക്ക ദ്വീപിന്റെ കേന്ദ്രഭാഗത്തുള്ള അൽഖസൂർ പ്രദേശത്താണ് ഇവ കണ്ടെത്തിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻഡോവ്മെന്റ് പദ്ധതിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 20 മില്യൺ ദിർഹം സംഭാവന നൽകി. രാജ്യത്തെ പിതാക്കന്മാർക്കുള്ള ആദരമായി പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻഡോവ്മെന്റ് ഫണ്ട് വഴി സ്വരൂപിക്കുന്ന തുക ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ചികിത്സാ സഹായത്തിനുമായാണ് വിനിയോഗിക്കുക. UAEയുടെ ജീവകാരുണ്യ മാനുഷിക സംരംഭങ്ങളിൽ സഹകരിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് MA യൂസഫ് അലി പറഞ്ഞു. അർഹരായവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിശുദ്ധ മാസത്തിൽ പിതാക്കന്മാർക്ക് നൽകുന്ന ഏറ്റവും മികച്ച ആദരമാണിതെന്നും MA യൂസഫ് അലി വ്യക്തമാക്കി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഓർഗാനിക് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ജൈവ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ഇഫ്താർ ഭക്ഷണ മെനുവിൽ ജൈവ ചേരുവകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ ഓർഗാനിക് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിൽ സൗദി സർക്കാർ ഉദ്യോഗസ്ഥർ, വിവിധ രാജ്യങ്ങളുടെ കോൺസുൽ ജനറൽമാർ, ബിസിനസ്, സാംസ്കാരിക, മാധ്യമ സമൂഹത്തിൽ നിന്നുള്ളവർ പങ്കെടുത്തു. സൗദി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. റംസാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. As we gather today for this iftar, let us take a moment to reflect on the true essence of Ramadan: compassion, kindness, and unity. India and Saudi Arabia share a deep and abiding friendship, and both countries have long recognized the importance of aligning their visions for the future. കോൺസുലേറ്റ് ഒരുക്കിയ ഓർഗാനിക് ഇഫ്താറിനെ കുറിച്ച് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി സംസാരിച്ചു. By embracing organic practices, we are not only ensuring better health for our communities, but we are also contributing to a more sustainable and greener future for everyone. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കിയതിന് ലുലു ഗ്രൂപ്പ്, പ്രാദേശിക ഈത്തപ്പയം നേരിട്ടെത്തിച്ച സിയാഫ ഡേറ്റ് തുടങ്ങിയവർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. മറ്റു വാർത്തകൾ നോക്കാം. രാപകൽ സമരം 35-ാം ദിവസത്തിലെത്തുമ്പോൾ പോരാട്ടം ശക്തമാക്കി ആശാപ്രവർത്തകർ. നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. അതേസമയം സമരം ഒതുക്കാനാണ് സർക്കാർ ശ്രമം. നാളെ ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയിൽ പരിശീലനം നൽകുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഏത് സങ്കീർണമായ പ്രതിസന്ധികൾക്കിടയിലൂടെയും ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തെളിയിച്ച ഒരു പെൺകരുത്തുണ്ട് കോഴിക്കോട്. കൃഷി എന്ന തന്റെ ഇഷ്ടപ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ചെട്ടിക്കുളം സ്വദേശിയായ 60-കാരി ആത്തിക്ക ജീവിത പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിക്കുന്നത്. പ്രതിസന്ധികളെ നിറപുഞ്ചിരിയോടെ നേരിടുക, അതാണ് ആത്തിക്കയുടെ ശൈലി.
മനോഹരമായ ഈ പൂങ്കാവനവും കൃഷിയും പോലെ എന്തിനേയും അതിജീവിച്ച് തളിർത്തു വളരാൻ പാകത്തിലുള്ള മനസ്സിനുടമ. ഇടയ്ക്കിടെ വന്ന പല അസുഖങ്ങളെ ആത്തിക്ക നേരിട്ടതും അങ്ങനെ തന്നെ. കൃഷിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആത്തിക്ക ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി. അർബുദം, കാൽമുട്ട് തേയ്മാനം, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ പലതും ആത്തിക്കയെ തളർത്താൻ ഒന്നിനു പിറകെ ഒന്നായി വന്നു. 10 ഓപ്പറേഷനുകൾക്ക് ഇരയായി. എന്നിട്ടും ഈ ഉമ്മ പൊരുതി നിന്നു. തന്റെ ഇഷ്ടപ്രവർത്തികളിൽ മുഴുകി സമയം ചിലവഴിച്ചു. കീമോ ചെയ്ത് വന്നാൽ ഒരു 5-6 ദിവസമൊക്കെ ഞാനിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എണീച്ച് നടന്ന് ഞാൻ എൻ്റെ ചെടിയിലേക്ക് ഇറങ്ങുക. കാരണം അതെനിക്ക് വല്ലാത്തൊരു വിഷമമാണ്. ഒക്കെ അടുത്ത ചെടി ആലോചിച്ചാൽ, ചെടി കൃഷിയൊക്കെ ആലോചിച്ചാൽ വല്ലാത്തൊരു വിഷമേന്. കാരണം നനക്കാനത് നനക്കും, മൂപ്പര് നനക്കും. വെണ്ട, കാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പയർ, വഴുതിന, കോളിഫ്ലവർ, പാഷൻ ഫ്രൂട്ട്, ചോളം തുടങ്ങി അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ആത്തിക്കയുടെ തോട്ടത്തിലുണ്ട്. അതോടൊപ്പം മനോഹരമായ ഒരുപാട് പൂക്കളും. ഈ കൃഷിയാണ് ആത്തിക്കയുടെ എല്ലാം. അതിനായി സമയം ചിലവിടുമ്പോൾ ആത്തിക്ക മറ്റെല്ലാം മറക്കും. പ്രതീക്ഷയും മാതൃകയുമാണ് ആത്തിക്ക. പ്രതിസന്ധികൾക്കിടയിൽ ജീവിതമെങ്ങനെ സന്തോഷമായും മനോഹരമായും മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിൻ്റെ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് ടഫ്താനിലേക്ക് പോകുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 21 പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം 90 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ആക്രമണം നടത്തിയ ബലോച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നത്. തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഇനിയൊരു ഓസ്ട്രേലിയൻ പര്യടനത്തിനുണ്ടാകില്ലെന്ന് സൂചന നൽകി ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനം കനത്ത നിരാശയ്ക്ക് കാരണമായെന്നും അവിടെ സംഭവിച്ച പിഴവുകൾ തിരുത്താൻ ഇനിയൊരു പരമ്പരയിൽ തനിക്ക് അവസരമുണ്ടാകില്ലെന്നും കോഹ്ലി പറഞ്ഞു. 2014 ഇംഗ്ലണ്ട് പര്യടനത്തിൽ സംഭവിച്ച പിഴവുകൾ 2018 പരമ്പരയിൽ തിരുത്താൻ അവസരം ലഭിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഓസീസ് പര്യടനത്തിലെ പാളിച്ചകൾ പരിഹരിക്കാൻ അവസരമുണ്ടാകില്ലെന്ന് കോഹ്ലി വ്യക്തമാക്കിയത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.